പാലക്കാടിന്റെ ചരിത്രത്തിലാദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. നോക്കൂ, ലീഡ് 10,000 കളയുന്നു. 2016 17,000-ന്റെ പ്രദീപ് 2016 ഭൂരിപക്ഷം കടന്നു. നോക്കൂ, ഇനി മത്സരം വരാൻ പോകുന്നത് UR പ്രദീപും ചേലക്കരയിലെ ഭൂരിപക്ഷമാണോ കൂടുക, അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഭൂരിപക്ഷമാണോ കൂടുക എന്നതാണ് കൗതുകകരമായ കളി. അപ്പൊ ഇനി കളിയെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായിട്ട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരിക്കുന്നു. UR പ്രദീപ്, പാലക്കാട് UDF, വയനാട്. പക്ഷേ ചേലക്കരയും പാലക്കാടും തമ്മിൽ പ്രചാരണത്തിൽ ഒരു കമ്പാരിസണും ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. പ്രചാരണത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇരുമുന്നണികളും വരുന്നത്, കോൺഗ്രസിനെതിരെ വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആ ആക്രമണത്തിലാണ് ഇപ്പോൾ രാഹുൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 980 വോട്ടുകൾക്ക് മുന്നേറ്റം എന്ന് പറയുമ്പോൾ, മുനിസിപ്പാലിറ്റി ലീഡ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിലാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ UDF മുനിസിപ്പാലിറ്റിയിലേക്ക് കയറിയിരിക്കുന്നു. BJPയുടെ കോട്ടക്കൊത്തളങ്ങൾ എന്താക്കി ഇടിഞ്ഞിരിക്കുന്നു. കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞ് തരിപ്പണമാക്കി കഴിഞ്ഞിരിക്കുന്നു. 2016 10,200 വോട്ടിന്റെ ലീഡായിരുന്നു വ്യക്തിപരമായ പരാമർശങ്ങൾ അധികമില്ലാതെ രാഷ്ട്രീയം ചർച്ച ചെയ്ത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണെന്ന ചേലക്കര പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലും സർക്കാരിന്റെ വിലയിരുത്തലും നടന്ന ചേലക്കരയിൽ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പ്രദീപിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത് നേട്ടം തന്നെയാണ്. 2016 നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു UR പ്രദീപ്. അതായത് വലിയ തരംഗമുണ്ടായി. LDF സർക്കാർ അധികാരത്തിൽ വന്ന 2016 ഭൂരിപക്ഷത്തെക്കാൾ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 8 റൗണ്ട് ആയപ്പോഴേ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ലോക്സഭയിലെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു UR പ്രദീപ്. അപ്പോഴും 21 ഭൂരിപക്ഷത്തെക്കാൾ അത് രാധാകൃഷ്ണൻ മത്സരിച്ച സമയം. ശശി തരൂർ മത്സരിക്കുന്നത് പോലെ അല്ലല്ലോ ബാക്കിയുള്ളവർ മത്സരിക്കുന്നത്. 2-2 അല്ല, അപ്പൊ 2-2 ഈ വോട്ടൊന്നും സ്വന്തമല്ല അല്ലേ? വോട്ടങ്ങനെ അത് സ്വന്തമുണ്ട്, വ്യക്തിപരമായ വോട്ടും ഉണ്ടല്ലോ. പിന്നെ വ്യക്തിപരമായ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ആ വ്യക്തിപരമായ വോട്ട് എങ്ങോട്ട് പോയി? അല്ല, അങ്ങനെയാണെങ്കിൽ 2016 കിട്ടിയ വോട്ടിൽ എന്താ സംഭവിച്ചത്? അതാണ് 2016 കിട്ടിയത്. ഇല്ല, 2011 24,000-ന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ആർക്ക് പിന്നെ രാധാകൃഷ്ണന്. അവിടുന്നാണ് 10,200 എന്ന് പറയുന്നത്. 11,200 നിന്ന് 40,000-ലേക്ക് ആരെത്തിക്കുന്നത്? 39,400. 40 കൂട്ടിക്കോ, 200 ഇപ്പുറത്ത് കുറയ്ക്കാം. അപ്പൊ 30,000 വോട്ടിന്റെ വ്യത്യാസം. ആ 30,000 വോട്ടിന്റെ വ്യത്യാസം ഇപ്പൊ എത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്? 15,000 കടക്കും. 15,000 കടക്കും. കേരളത്തിൽ മതേതര ജനാധിപത്യം വിജയിക്കട്ടെ. എന്താണെന്ന് രാഷ്ട്രീയ പോരാട്ടമാണ് ഭരണവിരുദ്ധ വികാരം അളക്കാൻ ഇറങ്ങി പരാജയപ്പെട്ടിട്ട് നീ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭരണവിരുദ്ധ വികാരമാണ് അളക്കാൻ ഇറങ്ങിയതെങ്കിൽ അത് ചേലക്കര മാത്രമല്ല. ഇത് നമ്മളാരും പറയുന്നതല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് ചേലക്കരയിൽ ജയിച്ചാൽ അതാണ് UDFന്റെ രാഷ്ട്രീയ വിജയം. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതല്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇവിടെയുള്ള 2 കോൺഗ്രസ് അനുകൂലികൾക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യാൻ? ഭരണത്തിന് അനുകൂലമായ ഒരു തരംഗമാണ് നിലനിൽക്കുന്നെങ്കിലുണ്ടല്ലോ, പാലക്കാട് പിടിച്ചെടുക്കണം. അവിടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കണം. അവിടെ 3ാം സ്ഥാനത്താണെങ്കിൽ പോലും അനുകൂലമായ വികാരമാണെങ്കിൽ 2ാം സ്ഥാനത്ത് വന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി